കേന്ദ്ര സർക്കാരിന്റെ പ്രദർശന വിലക്ക് തള്ളി കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട്. കേന്ദ്ര സർക്കാർ അനുമതി നൽകാത്ത സിനിമകൾ പ്രദർശിപ്പിക്കാൻ സാംസ്കാരിക വകുപ്പ് ഉത്തരവിറക്കി കഴിഞ്ഞു. കേന്ദ്ര വിലക്കിനെ തുടർന്ന് 2 ദിവസങ്ങളിലായി 14 പ്രദർശനങ്ങളാണ് മാറ്റിവെച്ചത്. മനീഷ് മഹിവാൽ ലേറ്റസ്റ്റ് അപ്ഡേറ്റുമായി നമുക്കൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. മനീഷ്, ഗുഡ് മോർണിംഗ്. പറയൂ മനീഷ്. ഗുഡ് മോർണിംഗ് എസ് കെ എൻ. ഈ സെൻസർ ബോർഡ് അനുമതി ഇല്ലാത്ത ചിത്രങ്ങളുടെ സെൻസർ ബോർഡ് ഇല്ലാത്ത സർട്ടിഫിക്കറ്റിന് അനുമതി ഇല്ലാത്ത ചിത്രങ്ങൾക്ക് കേന്ദ്ര വാർത്താ പ്രക്ഷേപണ മന്ത്രാലയമാണ് സാധാരണഗതിയിൽ അതിന് അനുമതി നൽകുക. പക്ഷേ ഇത്തവണ അത് വിദേശകാര്യ മന്ത്രാലയം കൂടി അനുമതി നൽകണം എന്നൊരു നിർദ്ദേശം കേന്ദ്രം നൽകിയതിനെ തുടർന്നാണ് ഇത്രയും സിനിമയ്ക്ക് 3 പതിറ്റാണ്ടിടെ IFFKയിൽ വേദിയിൽ ഇത്തരത്തിലൊരു പ്രതിസന്ധി ഉണ്ടാകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ ചൊവ്വാഴ്ച രാവിലെയോടുകൂടി 4 സിനിമകൾക്ക് കൂടി, അതായത് ആദ്യം 19 സിനിമകൾക്കാണ് ഈ അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് പ്രദർശിപ്പിക്കാൻ സാധിക്കാത്തത്. അങ്ങനെ 4 സിനിമകൾക്ക് രാവിലെ അനുമതിയും 6 സിനിമകൾക്ക് വൈകിട്ടും അനുമതി നൽകി. അങ്ങനെ 10 സിനിമകൾക്ക് നിലവിൽ അനുമതിയുണ്ട്. 9 സിനിമകൾക്കാണ് നിലവിൽ അനുമതി ഇല്ലാത്തത്. പക്ഷേ ഇന്നത്തെ ഇന്ന് മേളയുടെ 6ാമത്തെ ദിവസമാണ്. മേളയിൽ ഇന്ന് പ്രദർശന അനുമതി നിഷേധിച്ച എല്ലാ സിനിമകളും പ്രദർശിപ്പിക്കും. പ്രത്യേകിച്ചും അനുമതിയില്ലാത്ത 6 സിനിമകൾ കൂടി ഇന്ന് പ്രദർശിപ്പിക്കാൻ തീരുമാനം എടുത്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട നിലവിൽ സാംസ്കാരിക വകുപ്പ് കേരള ചലച്ചിത്ര അക്കാദമിയോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് ഉത്തരവിറക്കിയിട്ടുണ്ട്. അനുമതി ഇല്ലെങ്കിലും അത് പ്രദർശിപ്പിക്കാൻ നേരത്തെ ഷെഡ്യൂൾ ചെയ്ത പ്രകാരം അത് നടപ്പിലാക്കാൻ, അല്ലെങ്കിൽ പ്രദർശിപ്പിക്കാൻ പറ്റാത്ത സിനിമകൾ റീഷെഡ്യൂൾ ചെയ്യുകയും ഒപ്പം തന്നെ അത്തരം സിനിമകൾക്ക് പുതിയ വേദി, അതായത് നിലവിലുള്ള വേദിയിൽ 2 or 3 സിനിമ ഉണ്ടെങ്കിൽ 4ാമതായി കൂടി സിനിമ റീഷെഡ്യൂൾ ചെയ്ത് അവിടെ പ്രദർശിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് സംസ്ഥാന സർക്കാർ എത്തിയിട്ടുണ്ട്. ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയില്ല. ഇന്നലെ സംസ്ഥാന സെക്രട്ടറി, CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വ്യക്തമാക്കിയത് ഈ പ്രദർശന അനുമതി നിഷേധിക്കുന്നതിന് ഒരു കാരണമാണ് പറയുന്നതെങ്കിൽ യഥാർത്ഥ കാരണം അതല്ല. ഇതിൻ്റെ യഥാർത്ഥ കാരണം വർഗീയവാദിയുടെ ചില ലക്ഷണങ്ങൾ കേന്ദ്രത്തിനുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചില കാരണങ്ങളാണ് ഈ സിനിമകളൊക്കെ തന്നെ അസാധാരണമായി പ്രതിസന്ധിയിലാക്കുന്ന വണ്ണം ഇങ്ങനെ അനുമതി നിഷേധിക്കുന്നത്. ഇതിനെന്തിനാണ് വാർത്താ പ്രക്ഷേപണ മന്ത്രാലയത്തിന് നേരത്തെ അവരുടെ ആരോപണം ഇതിന് അനുമതി തേടിയുള്ള അപേക്ഷ നൽകിയത് വൈകിയാണെന്നാണ്. ഇപ്പോൾ റസൂൽ പൂക്കുട്ടി തന്നെ വ്യക്തമാക്കുന്നുണ്ട്. അനുമതി കൃത്യമായി ഡിസംബർ 3-ാം തീയതി ഇത് സംബന്ധിച്ചുള്ള അന്തിമമായിട്ടുള്ള അനുമതി കൂടി തേടിയിരുന്നു. കഴിഞ്ഞ വർഷം ഡിസംബർ 2-ാം തീയതിയാണ് അനുമതി തേടി. അങ്ങനെ ദിവസത്തെ സംബന്ധിച്ചുള്ള വൈകൽ ഉണ്ടായിട്ടില്ല. പക്ഷേ മറ്റ് ചില മനഃപൂർവ്വമായ കാരണങ്ങൾ പറഞ്ഞ് ഫലസ്തീൻ സിനിമകൾ ഉൾപ്പെടെ ഇവിടെ നിന്നും അനുമതി നിഷേധിക്കുകയാണ്. പക്ഷേ ഫലസ്തീൻ രാഷ്ട്രീയം പറയുന്ന ഇസ്രയേൽ സിനിമ പ്രദർശിപ്പിക്കാൻ അനുമതി നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായ അതിൻ്റെ രാഷ്ട്രീയം മനസ്സിലാക്കിക്കൊണ്ടുള്ള കേന്ദ്രത്തിൻ്റെ തീരുമാനമാണ്. ഇതൊരു ഗൂഢാലോചനയാണ് എന്ന് സംശയിക്കുന്നു എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. എന്താണെങ്കിലും ഇന്ന് ഇത്തരം കാര്യങ്ങളൊരു വ്യക്തത കൂടി വരാനുണ്ട്. ഈ 6 സിനിമകളും 72 സിനിമകൾക്കൊപ്പം പ്രദർശിപ്പിക്കുമ്പോൾ എങ്ങനെ, ഏതൊക്കെ സിനിമകൾ എപ്പോൾ, അതായത് ഈ സമയത്തിനെ സംബന്ധിച്ചും റീഷെഡ്യൂൾ ചെയ്യുമ്പോൾ ഏതൊക്കെ തിയേറ്ററിലാണെന്ന കാര്യത്തിലൊക്കെ തന്നെ ഒരു വ്യക്തത വരാനുണ്ട്. എസ് കെ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.